ജെയിംസ് ക്ലിയർ എന്ന ഓതറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ഈ പുസ്തകത്തിലെ കീ ടേക്ക് അവേ. സ്മോൾ ഇംപ്രൂവ്മെൻറ്റ്സ് റിപ്പീറ്റഡ് കൺസിസ്റ്റൻ്റ്ലി ക്യാൻ പ്രൊഡ്യൂസ് ഗ്രേറ്റ് റിസൾട്ട്. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതെത്ര ചെറുതായിക്കോട്ടെ, നിങ്ങളത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ ലോങ് റണ്ണിൽ അത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി തരും. നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ 1% ഇമ്പ്രൂവ് ചെയ്താൽ ഒരു വർഷം തീരുമ്പോൾ ഏകദേശം 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 37% ബെറ്ററായിട്ടുണ്ടാവും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. പക്ഷേ ആ ഗോളിൽ ഫോക്കസ് ആവരുത്. അതായത് ആ ഗോളിൽ മാത്രം ഫോക്കസ്ഡ് ആവരുത്. പകരം ആ ഗോളിലേക്ക് റീച്ച് ആവാനുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യുക. എന്നിട്ട് ആ സിസ്റ്റത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൈം ഫോക്കസ് കൊടുക്കുക. എന്താണ് സിസ്റ്റം? അതായത് ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹാബിറ്റ് സ്റ്റാക്കിങ്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. ആ സിസ്റ്റത്തെ അഥവാ ആ ഹാബിറ്റിനെ നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് കണക്റ്റഡ് ആക്കുക അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് എനിക്ക് ഡെയിലി ഒരു 20 മിനിറ്റ് വായിക്കണം എന്നുള്ളതാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനതെന്ത് ചെയ്യും? ഞാൻ ഓൾറെഡി ചെയ്യുന്നൊരു ഹാബിറ്റ് എടുക്കും. ഉദാഹരണത്തിന് രാവിലെ എണീച്ച് ഞാൻ പാൽ ചായ കുടിക്കാറുണ്ട്. ആ ചായ കുടിക്കുന്നതിന് ശേഷം ഞാൻ ആ 20 മിനിറ്റ് വായിക്കും എന്നുള്ള എൻ്റെ ആ ന്യൂ ഹാബിറ്റിനെ ഞാൻ ലിങ്ക് ചെയ്യുക. ആ ന്യൂ ഹാബിറ്റിനെ ഞാൻ എൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹാബിറ്റിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് ഹാബിറ്റ് സ്റ്റാക്കിങ്. ഇനി നമുക്ക് ഈ പുസ്തകത്തിലെ മെയിൻ കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഗോൾ സെറ്റ് ചെയ്തു, ഒരു 3 ഗോൾ സെറ്റ് ചെയ്തു. സ്ട്രെങ്ത് ഉണ്ടാക്കുക, എപ്പോഴും കാമായിരിക്കുക, അറിവുണ്ടാക്കുക. ഇതാണ് എൻ്റെ 3 ഗോൾ. ഇനി ആ ഗോളിലേക്ക് എത്താനുള്ള ഒരു സിസ്റ്റം ഞാൻ ബിൽഡ് ചെയ്തു. ഡെയിലി 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, ഡെയിലി 30 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, ഡെയിലി 30 മിനിറ്റ് വായിക്കുക, പഠിക്കുക. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സിസ്റ്റം. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ പ്രൈം ഫോക്കസ് കൊടുക്കേണ്ടത് ഈ സിസ്റ്റത്തിനാണ്. ഇനി ഡെയിലി ഞാൻ 1% ബെറ്റർ ആവുക. ഡേ 1 ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ ഓരോ മിനിറ്റ് വീതം ചെയ്യും. 30 മിനിറ്റ് ചെയ്യില്ല, ഓരോ മിനിറ്റ് വീതം ചെയ്യും. പിന്നെ അത് ഡേ 2 2 മിനിറ്റ് വീതം ചെയ്യും. പിന്നെ ഡേ 3 3 മിനിറ്റ്, ഡേ 4 4 മിനിറ്റ്. അങ്ങനെ ബിൽഡ് ചെയ്ത് സ്ലോലി ഒരു മാസം കൊണ്ട് ഞാനത് 30 മിനിറ്റിലേക്ക് എത്തിക്കും. ശേഷം ആ 30 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും? അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അങ്ങനെ പോകണം. ആൻഡ് എങ്ങാനും മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇതെനിക്ക് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാനത് ചെയ്യണം. അതായത് ഒരു ദിവസം മിസ്സായാൽ അത് അബദ്ധമായിട്ട് കണക്കാക്കാം. പക്ഷേ 2 ദിവസം മിസ്സായാൽ അതൊരു പുതിയ ഹാബിറ്റായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം അടുപ്പിച്ച് ഈ കാര്യങ്ങൾ മിസ്സാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇത് ഹാബിറ്റ് സ്റ്റാക്കിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. അതായത് എനിക്ക് എക്സസൈസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതിനെ ഞാൻ എൻ്റെ മോർണിംഗ് പ്രയറായിട്ട് കണക്ട് ചെയ്തു. രാവിലത്തെ മോർണിംഗ് പ്രയറിന് ശേഷം ഉടനെ എക്സസൈസ് ചെയ്യുക. രണ്ടാമത്തത് എൻ്റെ ലേണിംഗ് എന്ന് പറഞ്ഞ കാര്യത്തെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തു. അതായത് രാവിലത്തെ ചായ കുടിക്ക് മുമ്പ് പഠിച്ച് തീർക്കുക. അരമണിക്കൂർ പഠിക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ വായിക്കുക. ലാസ്റ്റത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. അതിനെ ഞാൻ എൻ്റെ സ്ലീപ്പുമായിട്ട് കണക്ട് ചെയ്തു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബെഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ഹാബിറ്റ് സ്റ്റാക്കിങ്ങും കഴിഞ്ഞു. ലാസ്റ്റത്തെ കാര്യമാണ് നിങ്ങൾ ഈ ഡെയിലി ചെയ്ത് പോകുമെന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ, ഈ ഹാബിറ്റ്സ്, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രാക്ക് ചെയ്യുക. ഡെയിലി ട്രാക്ക് ചെയ്യുക. നിങ്ങളൊരു നോട്ട്ബുക്ക് അതിന് വേണ്ടി കരുതുക, അല്ലെങ്കിൽ ഫോണായാലും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിലിങ്ങനെ ടിക്കിട്ട് പോവുക. അങ്ങനെ ആ ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് അറ്റോമിക് ഹാബിറ്റ്സ്.